സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാനുള്ള റെക്കമെൻഡേഷൻ നമുക്ക് പല ഭാഗത്തു നിന്ന് കിട്ടാറുണ്ട്. ലൈക്ക് സ്റ്റോക്ക് അനലിസ്റ്റിൻ്റെ ടി വി ചാനൽസ്, പിന്നെ വെൽ നോൺ ഇൻവെസ്റ്റേഴ്സ്, ബ്രോക്കർ, ഇവിടുത്തെ എല്ലാവരും നമുക്ക് ബൈ റെക്കമെൻഡേഷൻ കിട്ടാറുണ്ട്. പക്ഷേ ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് അത് എപ്പോൾ വിൽക്കുമെന്നറിയുന്നത്. അത് പലരും നമുക്ക് പറഞ്ഞു തരാറില്ല. ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിനേക്കാളും ടഫ് ഡിസിഷനാണ് അത് എപ്പോൾ വിൽക്കുമെന്നത്. സാധാരണ ഒരു ഇൻവെസ്റ്ററിൻ്റെ മെൻറ്റാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ 50 രൂപയുടെ ഒരു ഷെയർ വാങ്ങും. ആ ഷെയർ കുറച്ച് കാലങ്ങൾക്ക് ശേഷം 100 രൂപയാവും. 100 രൂപയായ ഉടനെ അത് വിറ്റ് പണമാക്കും. പക്ഷേ അത് നല്ലൊരു കമ്പനി ആയിരിക്കും, ലോങ് ടേമിന് പറ്റിയൊരു കമ്പനി ആയിരിക്കും. പക്ഷേ 100% റിട്ടേൺ കിട്ടിയ കാരണം അത് ഇന്ന് പ്രോഫിറ്റ് അവരെടുക്കും. പക്ഷേ ഒരു 4-5 ഇയേഴ്സ് നമ്മൾ വെയിറ്റ് ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ അത് 500 rupees ആവാം. ഓൺ ദ അതർ ഹാൻഡ്, ഇതേ ഇൻവെസ്റ്റർ വേറൊരു കമ്പനീൻ്റെ ഷെയർ വാങ്ങും. അതും 50 രൂപയെന്ന് വയ്ക്കാം. പക്ഷേ അത് നല്ലൊരു കമ്പനി ആയിരിക്കില്ല. അത് കുറച്ച് കാലം ശേഷം 20 രൂപയായി മാറും. പക്ഷേ ഇവിടെ ആ ഇൻവെസ്റ്റർ അത് വിറ്റ് പണമാക്കി മാറ്റില്ല. ആ ഷെയർ അവർ ലോങ് ടേമിന് ഹോൾഡ് ചെയ്യും, ഈവൻ ദോ ഇറ്റ് ഇസ് നോട്ട് എ ഗുഡ് കമ്പനി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങളുടെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിൽ ഓൺലി ജങ്ക് സ്റ്റോക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ എല്ലാ നല്ല സ്റ്റോക്സും ചെറിയ പ്രോഫിറ്റ് കിട്ടിയപ്പോൾ വിറ്റിട്ട് പണം എടുത്തിട്ടുണ്ടാവും. പക്ഷേ ജങ്ക് സ്റ്റോക്സ് എല്ലാം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. എപ്പോഴെങ്കിലും ഒരിക്കലും അത് കയറി വരുന്നെന്ന് വിശ്വാസത്തിൽ. പക്ഷേ ഒരിക്കലും അത് കയറി വരുമില്ല. അങ്ങനെ ലോസ് വരുമെന്ന് പേടിച്ചിട്ട് ഈ ജങ്ക് സ്റ്റോക്സ് എല്ലാം നിങ്ങൾ ലോങ് ടേമിന് ഹോൾഡ് ചെയ്യും. സ്റ്റോക്ക് എപ്പോൾ സെല് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സിനാരിയോസ് പറയാം. ഫസ്റ്റ് സിനാരിയോ, നിങ്ങൾ എന്തിനാണ് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തത്, ആ പർട്ടിക്കുലർ തീസിസ് ഇപ്പോൾ നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ അത് വാലിഡ് അല്ല. സേ ഫോർ എക്സാമ്പിൾ, ഇൻവെസ്റ്റ് ചെയ്ത കമ്പനീൻ്റെ ഫണ്ടമെൻ്റൽസ് ചേഞ്ച് ആയി. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനീൻ്റെ മാർക്കറ്റ് ഷെയർ ഇയർ ഓൺ ഇയർ കമ്മിയായിക്കൊണ്ടിരിക്കുന്നു, സെയിൽസും പ്രോഫിറ്റ് എല്ലാം കമ്മിയായിക്കൊണ്ടിരിക്കുന്നു ബിക്കോസ് ഓഫ് ഹെവി കോമ്പറ്റീഷൻ. ഇല്ലെങ്കിൽ കമ്പനി മാനേജ്മെൻറ്റ് ചില ഡിസിഷൻസ് എടുക്കുന്നു വിച്ച് ഈസ് അഗെയിൻസ്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡർ. ഫോർ എക്സാമ്പിൾ, കമ്പനി കൂടുതൽ കടമെടുക്കുന്നു, ഇല്ലെങ്കിൽ അൺറിലേറ്റഡ് ബിസിനസ്സിൽ കാല് വയ്ക്കുന്നു, ഇല്ലെങ്കിൽ പ്രൊമോട്ടർ ഫ്രീക്വൻ്റായിട്ട് മാർക്കറ്റിൽ അവരുടെ ഷെയർസ് സെല് ചെയ്യുന്നു, ഇല്ലെങ്കിൽ പ്ലഡ്ജ് ചെയ്യുന്നു. കമ്പനി ഏർണിങ്സ് കോൾ, ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻസിലൊക്കെ പറഞ്ഞ ടാർഗറ്റ്സ് അവർ മീറ്റ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ നമുക്ക് ആ കമ്പനിയുടെ ഷെയർ സെല് ചെയ്യാം. സെക്കൻഡ് സിനാരിയാണ് ബെറ്റർ ഓപ്പർച്യൂണിറ്റി. നിങ്ങളിപ്പോൾ ഫുള്ളി ഇൻവെസ്റ്റഡ് ആണ്, കയ്യിൽ ക്യാഷ് ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് ഒരു ഗുഡ് കമ്പനി കണ്ടുപിടിച്ചു. ആ പുതിയ കമ്പനി ഫ്യൂച്ചറിൽ മൾട്ടിപ്പിൾ ടൈംസ് റിട്ടേൺ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ പോർട്ട്ഫോളിയോത്തെ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക്, എനി വൺ ഓഫ് ദ സ്റ്റോക്ക് നിങ്ങൾ വിറ്റിട്ട് ഇപ്പോൾ പുതിയ കണ്ടുപിടിച്ച സ്റ്റോക്ക് നിങ്ങൾക്ക് വാങ്ങാം. ഒരു കണ്ടീഷൻ, നിങ്ങൾ വിൽക്കുന്ന സ്റ്റോക്കിനെക്കാട്ടിലും ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം ഈ പുതിയ വാങ്ങുന്ന സ്റ്റോക്കിന്. തേർഡ് സിനാരിയോ ആണ് സ്റ്റോക്ക് പ്രൈസ് വളരെ കൂടുതലായി എന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു കമ്പനി ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ മൾട്ടിപ്പിൾ ടൈംസ് റിട്ടേൺസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് കുറച്ച് പ്രോഫിറ്റ് എടുത്തിട്ട് ബാക്കി സ്റ്റോക്സ് അല്ല ഷെയർസ് ഹോൾഡ് ചെയ്തായിരിക്കും ഒരു നല്ല സ്ട്രാറ്റജി. പിന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനി ഏത് സെക്ടറാണ് നോക്കുക, ആ സെക്ടറിൽ തന്നെ മറ്റേ കമ്പനീസ് അല്ലെങ്കിൽ പിയർ കമ്പനീസിനെ നോക്കിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനീസും പിയർ കമ്പനീസിൻ്റെയും PE കമ്പാരിസൺ നടത്തുക. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം വെദർ വി ഹാവ് ടു ഹോൾഡ് ദ ഷെയർ ഓർ യു ക്യാൻ സെൽ ദ ഷെയർ. പക്ഷേ ഈ സ്ട്രാറ്റജി ഇവിടെ കുറച്ച് ട്രിക്കിയാണ്. കാരണം എന്താ വെച്ചാൽ, ചില കമ്പനീസ് എപ്പോഴും പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ, മാർക്കറ്റ് ആ കമ്പനീൻ്റെ മേലിൽ വെച്ചിരിക്കുന്ന വിശ്വാസമാണ്. കമ്മിങ് ക്വാർട്ടേഴ്സിലും കമ്മിങ് ഇയേഴ്സിലും ആ കമ്പനി കൺസിസ്റ്റൻ്റായിട്ട് അവരുടെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യും എന്നൊരു വിശ്വാസം. അതുമല്ലാണ്ട് കമ്പനീൻ്റെ മാനേജ്മെൻറ്റ് ടോപ്പ് നോച്ച് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ HDFC ബാങ്ക്, പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, പിന്നെ ബജാജ് ഫിനാൻസ്, DMart, ഇതൊക്കെ ഒരു എക്സാമ്പിൾസാണ്. ഫോർത്ത് സിനാരിയോണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു കമ്പനീൻ്റെ മാർക്കറ്റ് ഷെയർ ഇയർ ഓൺ ഇയർ കമ്മിയായി കൊണ്ടുവരുന്നു. ആ കമ്പനീൻ്റെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മോട്ട് അത് ചാലഞ്ച് ചെയ്യപ്പെടുന്നു. ഈ മോട്ട് എന്താണെന്നത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നോക്കിയാണ്, നിങ്ങൾക്ക് മനസ്സിൽ കാണാം. ഫോർ എക്സാമ്പിൾ, ഇയർ 1998 US ഫേമസ് മൂവി റെൻ്റൽ കമ്പനിയായിരുന്നു ബ്ലോക്ക് ബസ്റ്റർ. ഈ ബ്ലോക്ക് ബസ്റ്റർ എന്ന കമ്പനി പഴയ നമ്മുടെ VCP VCRലെ VHS ടേപ്സിലുള്ള മൂവീസ് റെൻറ്റ് ചെയ്യുന്ന ബിസിനസ്സായിരുന്നു. അപ്പോഴാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ എൻട്രി. നെറ്റ്ഫ്ലിക്സ് വന്നത് DVD മൂവി റെൻ്റൽ ബിസിനസ്സിലായിരുന്നു. അക്കാലത്ത് DVD പ്ലെയർ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. പക്ഷേ നെറ്റ്ഫ്ലിക്സ് ഇവിടെ ഫ്യൂച്ചറിസ്റ്റിക്കായി തിങ്ക് ചെയ്തു. അവർ കസ്റ്റമേഴ്സിന് എത്ര DVD വാങ്ങിച്ചാലും എടുക്കുക, ഒരു പെർ മന്ത് ഫോർ ഫിക്സഡ് റേറ്റ് എന്ന് പറഞ്ഞു. പിന്നെ ലേറ്റ് ഫീസ് ഒന്നും വാങ്ങിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് റിട്ടേൺ ചെയ്താലും DVD റിട്ടേൺ ചെയ്താലും അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ബ്ലോക്ക് ബസ്റ്ററിൻ്റെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മോട്ട് തകർന്നു പോയി. അങ്ങനെ ബ്ലോക്ക് ബസ്റ്റർ ബാങ്ക്രപ്റ്റായി പോവുകയും ചെയ്തു. ഫിഫ്ത്ത് സിനാരിയോണ്, നിങ്ങൾക്ക് വല്ല ഫിനാൻഷ്യൽ ഗോൾ മീറ്റ് ചെയ്യാൻ സമയമായി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള സ്റ്റോക്സ് വിറ്റിട്ട് ആ ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാം. ഇവിടെ ഡിസിഷൻ മേക്കിംഗ് കുറച്ചുകൂടി സിമ്പിളാണ്. കാരണം നിങ്ങൾ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ ഒരു ഫിനാൻഷ്യൽ ഗോൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു വീട് വാങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ടോ ഡൗൺ പേയ്മെൻറ്റ് വേണ്ടിയിട്ട് നിങ്ങളൊരു സ്റ്റോക്കിൽ നല്ലൊരു സ്റ്റേബിൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം.
കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അത് മൾട്ടിപ്പിൾ ടൈംസ് റിട്ടേൺസ് തരുന്നു, ഇല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻറ്റ് റിട്ടേൺസ് തരുന്നു. അപ്പോൾ നമുക്ക് വെച്ചാൽ ആ കമ്പനി വിറ്റിട്ട് നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാം. ഇവിടെ ഒരു കണ്ടീഷനേ ഉള്ളൂ, നിങ്ങൾ സ്റ്റോക്ക് വിൽക്കാൻ വേണ്ടി ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഫിനാൻഷ്യൽ ഗോളിൻ്റെ ഒരു 6 months to 1 year മുമ്പേ തന്നെ സ്റ്റോക്ക് വിട്ടിട്ട് ക്യാഷ് റെഡിയാക്കി വയ്ക്കുക. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ. കാരണം ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ വിൽക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ബിയർ മാർക്കറ്റോ അല്ലെങ്കിൽ സ്റ്റോക്ക് കറക്ഷനോ വന്നാൽ നമ്മൾ വിചാരിച്ചത്ര പൈസ കിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സ്റ്റോക്ക് വിൽക്കണോ വേണ്ടതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.